ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. നമുക്ക് കാണുവാൻ കഴിയാത്ത, അപ്പോൾ തന്നെ മരണകരമായ അപകടകാരിയായിരിക്കുന്ന ചില അദൃശ്യ ശക്തികൾ, ജീവികൾ ഈ ലോകത്തിലുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അൾട്രാ വയലറ്റ് രശ്മികൾ പോലുള്ള ചില രശ്മികൾ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണുവാനായി കഴിയുകയില്ല. എന്നാൽ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ നമുക്കതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. COVID-19 അതിൻ്റെ RNA വൈറസ് നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണുവാൻ കഴിയുകയില്ല, നമ്മുടെ കണ്ണുകൾക്കത് സാധ്യമല്ല. എന്നാൽ അത് കണ്ടെത്തിയ ചുരുക്കം ചില ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ അപകടാവസ്ഥ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ മാസ്ക് വെക്കണമെന്നും കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യണമെന്നും രോഗികളിൽ നിന്ന് അകലം പാലിക്കണമെന്നുമൊക്കെ നമ്മോടവർ പറഞ്ഞപ്പോൾ നാം അതനുസരിക്കുവാൻ തയ്യാറായി. നമ്മൾ ആ വൈറസിനെ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ അപകടകരമായ പ്രവർത്തന രീതികൾ മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ, നമ്മുടെ ഗവൺമെൻറ് നൽകിയ ഉപദേശങ്ങൾ നമ്മൾ അനുസരിച്ചത് നമ്മൾക്ക് പ്രയോജനമായി. നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കോവിഡ് വൈറസ് നമ്മളിൽ പ്രവേശിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ പലരും അനുഭവിച്ചറിഞ്ഞതാണ്. ജനകോടികൾ മരണത്തിന് കീഴടങ്ങുകയുണ്ടായി. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയാത്ത പല കാര്യങ്ങളും അത് കണ്ടെത്തുവാൻ കഴിഞ്ഞ അപൂർവം ചില ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഞാനത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അഹങ്കാരികളായി നമ്മൾ ജീവിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ സാത്താനെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടാകുകയില്ല, എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാണ്, ദൃശ്യമാണ്. അതറിയാവുന്ന ദൈവം വളരെ വ്യക്തമായി കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ അറുക്കുന്നവനും മുടിക്കുന്നവനും മോഷ്ടിക്കുന്നവനും കൊല്ലുന്നവനുമാണ്. അവൻ ഒരു അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുവാനായിട്ടാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അദൃശ്യമായ നിലയിൽ നിന്നുകൊണ്ട് മനുഷ്യരെ ചതിക്കുക, വഞ്ചിക്കുക, ഉപദ്രവിക്കുക. എവിടെല്ലാം ആത്മഹത്യകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ പിന്നിൽ സാത്താന്യ പ്രവർത്തനങ്ങളുണ്ടാവും. എവിടെല്ലാം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാന കാരണം സാത്താന്യ ശക്തിയാണ്, സാത്താനാണ്, പൈശാചിക വ്യാപാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എവിടെല്ലാം കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെല്ലാം തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ മാനുഷികമായ ദൃശ്യമായ ചില കാരണങ്ങൾ ഞാനും നിങ്ങളും കണ്ടെത്തുമെങ്കിലും അദൃശ്യമായതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാത്താന്യ ശക്തിയെ നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അധ്യാപകന്മാർ പറയും, നന്നായി പഠിക്കണം, പരീക്ഷയിൽ തോക്കരുത്. പരീക്ഷയിൽ തോക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ച് തരും. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ കയറാതെയും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നാം പരീക്ഷയിൽ തോറ്റുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ പരീക്ഷകനായ
സാത്താൻ വരുമ്പോൾ, വളരെ തന്ത്രശാലിയായിട്ട് അവൻ വരുമ്പോൾ, ഞാനും നിങ്ങളും പരാജയപ്പെടുവാൻ ഇടയാകരുത്. പരാജയപ്പെട്ടാൽ പിന്നെ അവൻ അറുക്കാനും മുടിക്കാനും മോക്ഷിക്കാനും ഒക്കെ തയ്യാറാകുമെന്നുള്ള കാര്യം മറക്കരുത്. ഇതിനോടുള്ള ബന്ധത്തിൽ പരീക്ഷകനായ സാത്താനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ നല്ലൊരു ജേതാവാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ആ കർത്താവിൻ്റെ ജീവിതവും തൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും ഞാനും നിങ്ങളും അനുകരിക്കുവാൻ തയ്യാറായാൽ സാത്താന്യ പരീക്ഷകളിൽ നിന്ന്, അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് വിജയിക്കുവാൻ, സാത്താനെ പരാജയപ്പെടുത്തുവാനും നമുക്ക് കഴിയും. അങ്ങനെ അറുക്കുന്ന, മുടിക്കുന്ന, മോക്ഷിക്കുന്ന, നശിപ്പിക്കുന്ന, കൊല്ലുന്ന അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ്റെ കശാപ്പ് ശാലയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുവാനായിട്ട് കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് വിശന്നു. ആ സന്ദർഭം നോക്കി പരീക്ഷകനായ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവൻ തന്ത്രശാലിയാണ്. എപ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താം, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അവന് നന്നായിട്ടറിയാം. അനേക ആൾക്കാരെ ചതിക്കുന്ന ചില ആൾക്കാരെക്കുറിച്ച് ആഴമേറിയ ഒരു പഠനം നടത്തിയപ്പോൾ ആഹാരത്തോട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആഹാരം മേടിച്ചു കൊടുത്ത്, പെർഫ്യൂമിനോട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂം വാങ്ങിക്കൊടുത്ത്, മൊബൈൽ ഫോണാണ് ഇഷ്ടമെങ്കിൽ അത് വാങ്ങിക്കൊടുത്ത്, സിനിമയാണ് ഇഷ്ടമെങ്കിൽ അത് കാണിക്കാൻ കൊണ്ടുപോയി, മറ്റെന്തെങ്കിലുമാണ് താല്പര്യമെങ്കിൽ അത് കൊടുത്ത് ചതിച്ച് വഞ്ചിച്ച് ചാവേറുകളാക്കി അവരെ മാറ്റുന്ന തന്ത്രങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തന്ത്രങ്ങളിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ സ്നേഹം, ഈ സഹായം എല്ലാം തന്നെ ചതിക്കുവാനാണ്, തന്നെ കൊല്ലുവാനാണ് എന്നൊക്കെ അവർ വളരെ വൈകി മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. അപ്പോഴേക്കും അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിൽ അവർ ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ടാവും. ഇത് സാത്താന്യമായൊരു തന്ത്രമാണ്. സാത്താന്യ ശക്തിയാൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. യേശു വിശന്നപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വരികയാണ്. സ്നേഹമുള്ള ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ, യേശുവിൻ്റെ വിശപ്പ് കണ്ടിട്ട് സഹിക്കുവാൻ കഴിയാത്ത ഒരു നല്ല വ്യക്തിയായിട്ട് ചമഞ്ഞുകൊണ്ട് അവൻ വന്നു പറയുകയാണ്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക, നിനക്കതിന് കഴിവുണ്ടല്ലോ. അങ്ങനെ അത് അപ്പമായി കഴിയുമ്പോൾ നിനക്ക് ഭക്ഷിക്കുകയും വിശപ്പടക്കുവാനും കഴിയുമെന്ന് സാത്താൻ ഉപദേശിക്കുകയാണ്. സാത്താൻ്റെ ഈ പരീക്ഷ മനസ്സിലാക്കിയ യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കും എന്നെഴുതിയിരിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് ആ പരീക്ഷകനെ അവിടെ പരാജയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചില ആവശ്യത്തിൻ്റെ മുൻപിലെത്തുമ്പോൾ സഹായഹസ്തവുമായി സാത്താൻ വന്നു വന്നിരിക്കും. ആ സഹായം നമ്മെ ചതിക്കാനും വഞ്ചിക്കാനും അറുക്കാനും മുടിക്കുവാനുമാണോ എന്ന് തിരുവചനത്തിലൂടെ
ഒന്ന് ശോധന ചെയ്തിട്ട് വേണം അവൻ്റെ വാക്കുകൾ കേൾക്കുവാനും കൈനീട്ടി വാങ്ങിക്കുവാനുമൊക്കെ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നുവല്ലോ. ഉപജീവന ചിന്തകൾ കൊണ്ട് കുഴഞ്ഞ് അത് നേടാനുള്ള നെട്ടോട്ടത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് സാത്താനെയും അവൻ്റെ പദ്ധതികളെയും എല്ലാം അനുസരിച്ച് നേടിയെടുക്കുന്നതൊന്നും വിശപ്പ് മാറ്റുകയില്ല. അത് കാഴ്ചയിൽ അപ്പമായി തോന്നിയാലും കല്ലായിട്ട് തന്നെ ശേഷിക്കും. പിന്നെ അത് വേദനയിലേക്കും ദുഃഖത്തിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്ക് തന്നെ നയിച്ചുവെന്ന് വരാം. അതുകൊണ്ട് സാത്താൻ വെച്ചു നീട്ടുന്നത് കൈനീട്ടി വാങ്ങിക്കരുത്. അവയെ ആഴമായിട്ട് ഒന്ന് പഠിക്കണം. അവൻ്റെ തന്ത്രങ്ങളെ ഒന്ന് തിരിച്ചറിയണം. രണ്ടാമതായിട്ട് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന വിധം മത്തായി 4:5 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നവനോട് പറഞ്ഞു. യേശു അതിന് കൊടുത്ത മറുപടി 7-ാം വാക്യത്തിൽ, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ജെറുസലേമിലേക്ക് യേശുവിനെ കൊണ്ടുപോകുകയാണ്. ദേവാലയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദേവാലയത്തിൻ്റെ ഗോപുരത്തിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്. എന്നിട്ട് സാത്താൻ പറയുകയാണ്, നീ താഴേക്ക് ചാടുക, നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കാക്കുവാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ യേശുവിനോട് വചനം പറയുകയാണ്. അവൻ യേശുവിനെ ദേവാലയത്തിലാണ് കൊണ്ടുപോയത്, അതിൻ്റെ ഗോപുരത്തിലാണ് കൊണ്ടുപോയത്. ഇതാണ് സാത്താൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചിന്ത, സാത്താൻ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത സത്വം, കുറേ പല്ലുകൾ, നീണ്ടുകിടക്കുന്നൊരു നാവ്, അതിൽ രക്തം ഇറ്റിറ്റ് വീഴുന്നു, ഒരു വാല്, അങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങൾ, ചില രൂപങ്ങൾ, ചില ഭാവനകൾ ഒക്കെ ഉണ്ടാക്കി അതാണ് സാത്താൻ എന്ന് വിശ്വസിപ്പിച്ച് നമ്മളെ ചതിക്കുന്നവനാണ് സാത്താൻ. അല്ല, അവൻ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോകുന്നവനാണ്. അവൻ പള്ളിയിൽ കൊണ്ടുപോകുന്നതാണ്. ആ പള്ളിയുടെ ഉയർന്ന സ്ഥാനത്ത് പോയി നിർത്തുന്നതാണ്. അവിടെ നിർത്തിയിട്ട് അവൻ വചനം ഘോഷിക്കുന്നവനാണ്. പക്ഷേ എന്താണ് ആ വചനഘോഷണം? ഇപ്പോൾ നീ പള്ളിയുടെ ഈ ഗോപുരത്തിൽ നിന്ന് താഴേക്കൊന്ന് ചാടണം. അപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ കാല് കല്ലിൽ തട്ടുകയില്ല. ഇത് സാത്താൻ്റെ ഉപദേശമാണ്. ഞാനും നിങ്ങളുമാണെങ്കിൽ ഈ സാത്താനെ ഒന്ന് വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നീ വേണമെങ്കിൽ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടുകയും കാലൊടിഞ്ഞ് തലപൊട്ടി വീഴുകയും ചെയ്യും. അവിടുന്നും ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുകയില്ല. അതിന് കാരണമുണ്ട്. അങ്ങനൊന്നുമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത്. മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വേണ്ടിയും മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു ദൈവഭക്തനാണ്, ഞാൻ ദൈവവിശ്വാസിയാണ് എന്നൊക്കെ തെളിയിക്കേണ്ടതിന് വേണ്ടിയും ഒക്കെയുള്ള പ്രക്രിയകൾ, അതിനുവേണ്ടിയുള്ള ആഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താൻ ഇങ്ങനെയുള്ള വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോകും, വിശുദ്ധ നഗരങ്ങളിൽ കൊണ്ടുപോകും, പള്ളികളിൽ കൊണ്ടുപോകും, അതിൻ്റെ ഗോപുരത്തിൽ തന്നെ കൊണ്ടുപോയി നിർത്തും, എന്നിട്ട് ചാടിക്കും. അവസാനം കാലൊടിയും തലപൊട്ടും. അവസാനം ഈ വിശുദ്ധ നഗരത്തോടും പള്ളിയോടും ആരാധനയോടും ദൈവത്തോടുമൊക്കെ വെറുപ്പുണ്ടായിട്ട് ദൈവവിശ്വാസത്തിൽ തന്നെ അകന്നു പോകും. ഇതൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളാണിത്. യേശു അത് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, അവൻ
വചനം ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ യേശു മറ്റൊരു വചനം പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി ബൈബിളിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഒരു പുസ്തകമായിട്ട് ചുരുളുകളായിട്ടാണ് നമുക്ക് നൽകിയത്. വാക്യങ്ങളും അധ്യായങ്ങളുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാക്കിയതാണ്. അത് തെറ്റൊന്നുമല്ല, അത് നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ബൈബിളിലെ ഒരു വചനം നിങ്ങളുടെ അടുക്കൽ സാത്താൻ പറയുമ്പോൾ ബൈബിളിൽ അത് സംബന്ധിച്ച് മറ്റ് ഭാഗങ്ങൾ, മറ്റ് വചനങ്ങൾ എന്തു പറയുന്നുകൂടി ചിന്തിച്ചിട്ട് വേണം എടുത്തു ചാടുവാനായിട്ട്. അത് ചിന്തിക്കാതെ ദൂതനെ ദൈവം കൽപ്പിക്കും, കാല് കല്ലിൽ തട്ടാതെ വണ്ണം കാത്തുകൊള്ളും എന്നുള്ള വചനം വായിച്ചിട്ട് കാണുന്ന കല്ലിലെല്ലാം തൊഴിക്കുകയും കാണുന്ന മലകളിലെല്ലാം കയറി ചാടുകയും ഒക്കെ ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ്റെ സഹായമൊന്നും വരികയില്ല. എന്നാൽ നിങ്ങളുടെ അറിവില്ലായ്മയിൽ അറിയാതെ കാലുതെറ്റി അനർത്ഥങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ കരം നിങ്ങളെ താങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരവിടെ ഓടിയെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള 100 അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കുമൊക്കെ പറയുവാനായിട്ടുണ്ടാകും. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ രഹസ്യം തന്നെ കാലൊടിഞ്ഞ്, കൈയൊടിഞ്ഞ്, നടുവൊടിഞ്ഞ്, തലപൊട്ടി തകർന്നു പോകാവുന്ന എത്രയോ മേഖലകളിൽ നിന്ന് ദൈവം അതിശയകരമായി, അത്ഭുതകരമായി വിടുവിച്ച ചരിത്രങ്ങൾ എനിക്ക് നിങ്ങൾക്കും അറിയുവാനായിട്ട് കഴിയും. നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും സാത്താന്യ ഉപദേശങ്ങളാലും അവൻ്റെ തന്ത്രങ്ങളാലും ചെയ്യേണ്ട കാര്യങ്ങളല്ല. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നവരാണല്ലോ. യേശുവിന് സാത്താൻ്റെ തന്ത്രത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് ആ ഗോപുരത്തിൽ കർത്താവ് പോയെങ്കിലും ചാടാൻ തയ്യാറായില്ല. അവിടെ നിന്നുകൊണ്ട് വചനം അവനോട് പറഞ്ഞ് അവനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാത്താൻ യേശുവിൻ്റെ മുൻപിൽ വെച്ച മൂന്നാമത്തെ പരീക്ഷ മത്തായി 4:8 നമ്മളിങ്ങനെ വായിക്കുന്നു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സാത്താൻ നടത്തിയ മൂന്നാമത്തെ പരീക്ഷ യേശുവിനെ ലോകത്തിൻ്റെ മഹത്വം കാണിക്കുകയാണ്, അതിൻ്റെ ധനം കാണിക്കുകയാണ്, രാജ്യങ്ങളെ കാണിക്കുകയാണ്. സാത്താൻ ഒരു ഭോഷനാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, മാനവലോകത്തിൻ്റെ രക്ഷിതാവ്, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, എല്ലാം കാണുന്നവനെ ചിലതൊക്കെ കാണിക്കാൻ പരിശ്രമിക്കുന്നത് ഭോഷത്വമല്ലേ? സാത്താൻ മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരിക്കൽ യേശുവിനെ യെരുശലേം ദേവാലയത്തിൻ്റെ പണി കാണിക്കാൻ പരിശ്രമിച്ചപ്പോൾ യേശു അവർ കൊടുത്ത നല്ല മറുപടി മത്തായി 24 നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താൻ ഒരു ഭോഷനാണ്. അവൻ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയാലും ഒരു കൈ നോക്കും, ഒന്ന് പരീക്ഷിച്ച് നോക്കും. മൂന്നാമത്തെ പരീക്ഷയിലേക്ക് അവൻ വരികയാണ്. 2 പരീക്ഷകളിലും യേശു ജയിക്കുകയും സാത്താൻ പരാജയപ്പെടുകയും ചെയ്തിപ്പോൾ ലോകത്തിൻ്റെ മഹത്വമൊക്കെ കാണിക്കുകയാണ്. യേശു ഇവിടെ ക്രൂശിക്കപ്പെടാനാണ് വന്നത്, മുൾക്കിരീടം ചൂടാനാണ് വന്നത്, കുരിശ് ചുമക്കാനാണ് വന്നത്, ക്രൂശിൽ തറയ്ക്കപ്പെടാനാണ് വന്നത്. ഇതൊക്കെ കർത്താവിന് നന്നായിട്ടറിയാം. അതൊക്കെ തനിക്ക് സംഭവിക്കുമെന്നറിയാം. അതൊക്കെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പല സന്ദർഭങ്ങളിൽ പരസ്യമായി തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് സാത്താനും അറിയാം. അതുകൊണ്ട് അതിൽ നിന്ന് കർത്താവിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ സാത്താൻ പറയുകയാണ്,
നീ കുരിശൊന്നും എടുക്കണ്ട, മുൾക്കിരീടമൊന്നും ചൂടേണ്ട, ക്രൂശിൽ തറയ്ക്കപ്പെടേണ്ട, ഇതാ ഈ രാജ്യം, ഇതെല്ലാം എൻ്റേതാണ്, ഇതിൻ്റെ മഹത്വമെല്ലാം എൻ്റേതാണ്, ഇതിൻ്റെ ധനം എൻ്റേതാണ്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് നൽകാം. ഈ സാത്താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ആരാധനകളും മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും എല്ലാം ഉണ്ട്. അവയെല്ലാം നമ്മൾ ആഴമായി പഠിച്ചാൽ ധനം നേടേണ്ടതിന് വേണ്ടിയും അധികാരങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടിയും നടത്തുന്ന പരിപാടികളാണ്. അതിനുവേണ്ടിയുള്ള ഒത്തിരി പരിപാടികളുണ്ട്. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ ലഭിച്ചെന്നും വരും. അങ്ങനെ ലഭിച്ച് അധികാരങ്ങൾ പ്രാപിച്ചവരുമുണ്ട്. പക്ഷേ ഈ സാത്താന്യ ആരാധന കൊണ്ട് അല്ലെങ്കിൽ സാത്താനെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ലഭിച്ച ധനവും ലഭിച്ച അധികാരവും ലഭിച്ച വിജയവും എന്നും കയ്യിൽ നിൽക്കുമോ? അത് പിന്നീട് ദുഃഖത്തിനും വേദനയ്ക്കും കാരണമായി തീരാറില്ലേ? തീർന്നിട്ടില്ലേ? മാത്രമല്ല, മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ പിടിക്കുമ്പോൾ സാത്താൻ വെച്ച് നീട്ടി നൽകിയ, അവൻ്റെ മുൻപിൽ തപസ് ചെയ്ത് പണം മുടക്കി യാഗങ്ങൾ നടത്തി ദണ്ഡനങ്ങൾ ചെയ്ത് ദണ്ഡിപ്പിച്ച് ഒക്കെ വാങ്ങിയ ഈ നേട്ടങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമോ? ആരാധിച്ച ആ സാത്താൻ്റെ രാജ്യത്തിലേക്കല്ലേ പോകേണ്ടത്? അവൻ ചതിയനും വഞ്ചകനുമല്ലേ? അറുക്കുന്നവനും മുടിക്കുന്നവനുമല്ലേ? അവൻ്റെ നിത്യവാസം നിത്യ നരകത്തിലല്ലേ? അപ്പോൾ ഈ നേട്ടം കൊണ്ട് ആത്യന്തികമായി ദോഷമല്ലാതെ വല്ല ഗുണവും ഉണ്ടാകുമോ? യേശു സാത്താനോട് പറയുകയാണ്, പോ പിശാചേ, എനിക്കിതൊന്നും വേണ്ട. നിന്നെ നമസ്കരിച്ചിട്ട് നിന്നെ ആരാധിച്ചിട്ട് എനിക്ക് ഈ നേട്ടങ്ങളൊന്നും വേണ്ട. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. മറ്റുള്ളവരെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. ക്യാപ്റ്റൻ കൊർന്നല്യോസ് മരിച്ചവരെ ഉയർപ്പിച്ച പത്രോസിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ പത്രോസ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെപ്പോലൊരു മനുഷ്യനാണ്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. നാം ഇത് പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മുടന്തനായൊരു മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കിയപ്പോൾ പൗലോസിനെ ദൈവമായി കണ്ട് ആരാധിക്കുവാൻ ഇന്ദ്രക്ഷേത്രത്തിൽ നിന്ന് പൂജാരി ഉൾപ്പെടെ ഭക്തന്മാർ വന്നപ്പോൾ, ഞങ്ങളെയല്ല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന പൗലോസിനെ നമ്മൾ ബൈബിളിൽ പ്രവൃത്തി 14 നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാടുകൾ മുഴുവൻ യോഹന്നാനെ കാണിച്ച സ്വർഗത്തിലെ ദൂതൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച യോഹന്നാനെ അത് തടഞ്ഞുകൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ദൈവദൂതനെ നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് പിശാചിന് കൊടുക്കുവാൻ പാടില്ല, അത് മനുഷ്യന് കൊടുക്കുവാൻ പാടില്ല, അത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും കൊടുക്കുവാൻ പാടില്ല, അതൊരു വ്യക്തിക്കും കൊടുക്കുവാൻ പാടില്ല, ഒരു ഭക്തനും കൊടുക്കുവാൻ പാടില്ല. അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച സർവജ്ഞാനിയായ സർവവ്യാപിയായ യഹോവയായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധനയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, സാത്താനെ, എനിക്ക് നിന്നെ ആരാധിച്ചിട്ട് ഈ ലോകരാജ്യങ്ങളുടെ മഹത്വമൊന്നും ആവശ്യമില്ല. കാരണം ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് വിശുദ്ധ ബൈബിളിൽ
ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ഈ 3 പരീക്ഷകളിലും യേശു ജയിക്കുകയാണ്. സാത്താൻ പരാജയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തോൽക്കുന്നവരാകരുത്, ജയിക്കുന്നവരാകണം. വായിച്ച തിരുവചനം ഒരിക്കൽ കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അറുക്കുവാനും മുടിക്കുവാനും മോക്ഷിക്കുവാനുമായി വരുന്ന സാത്താൻ അദൃശ്യമായി നിന്നുകൊണ്ട് തന്ത്രങ്ങളിലൂടെ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവനെ അതിജീവിക്കുവാനുള്ള, പരാജയപ്പെടുത്തുവാനുള്ള, പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ഈ പ്രേക്ഷകർക്കെല്ലാം നല്ലൊരു വിജയം സമസ്ത മേഖലകളിലും കൊടുക്കണമേ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.